പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്സെ ബഡാ ഷോമാൻ എന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു ജീവചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഒരുപാട് പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പഠന പ്രവർത്തനങ്ങളാണ്, ആക്ടിവിറ്റീസുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ചാർലി ചാപ്ലിൻ്റെ ജനനം എന്നാണ്. ഈ പാഠം ഏത് ടൈപ്പ് ചാപ്റ്ററാണ്, ഇതിൻ്റെ രചയിതാവ് ആരാണ്, അതുപോലെ തന്നെ ആ പാഠഭാഗത്തിൻ്റെ സൈഡ് ബോക്സിൽ ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് എഴുതാൻ. വേദിയിൽ പാടുന്നതിനിടയിൽ ശബ്ദം നഷ്ടപ്പെടുന്നു, ആളുകൾ മാന്യതയില്ലാതെ അവരെ കളിയാക്കുമ്പോഴുണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി, അവരുടെ ആ അവസ്ഥ അതെന്താണെന്ന് നമുക്ക് എഴുതാനുണ്ട്. അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ്റെ അപ്രതീക്ഷിതമായ പാടുന്നതിനിടയിലുള്ള സംസാരം ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യം. അതുപോലെ ആദ്യമായിട്ട് വലിയ ഒരു ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തുമ്പോഴുണ്ടാകുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടി മനസ്സിൽ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്. ഒരു ചാർലി ചാപ്ലിൻ്റെ പുതിയൊരു ജന്മം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പാഠഭാഗത്തിൽ. എന്തായിരുന്നു ആ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള ചെറിയ ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. പിന്നെ ചാർലി ചാപ്ലിൻ്റെ ഡയറി, ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി. ഡയറിയായിട്ട് എഴുതുന്ന വിഷയങ്ങൾ നമുക്ക് തൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്യുന്ന ലെറ്ററാക്കി മാറ്റാനും സാധിക്കും. മാത്രമല്ല ഈ പാഠഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തൊട്ടടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ടായി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടിനും സാധ്യത കാണുന്നു. അതുപോലെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ചാർലി ചാപ്ലിൻ്റെ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാർലി ചാപ്ലിൻ്റെ ഡയറി, അതുപോലെ അമ്മയുടെ ഡയറി, ന്യൂസ് റിപ്പോർട്ടൊക്കെ പ്രത്യേകമായ ഭാഗങ്ങളാക്കി എഴുതേണ്ടതില്ല. സത്യത്തിൽ ശരിക്ക് നല്ല രീതിയിൽ ആലോചിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ചാർലി ചാപ്ലിൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന അതേ അനുഭവം തന്നെയാണ് ഏകദേശം ചാർലി ചാപ്ലിനും ആ ദിവസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് അമ്മയുടെ ആ ഡയറിയിൽ ചാർലി ചാപ്ലിന് വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണമായിട്ട്, ഇന്ന് എനിക്ക് ജനങ്ങളുടെ മുന്നിൽ ആദ്യമായി കരയേണ്ടി വന്നു എന്നാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ എഴുതുന്നതെങ്കിൽ അവിടെ ചാർലി ചാപ്ലിന് ഇന്ന് എനിക്ക് എന്ന ഭാഗം മാറ്റി ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു മാറ്റം മാത്രമേ വരുത്തേണ്ടതുള്ളൂ. ജനങ്ങളുടെ മാന്യതയില്ലാത്ത ബഹളം കാരണം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് ചാർലി ചാപ്ലിന് എഴുതാൻ വളരെ ഈസിയാണ്. എൻ്റെ അമ്മ എന്ന് മാത്രമാക്കിയാൽ മതി, എൻ്റെ അമ്മ ഇറങ്ങിപ്പോയി. പിന്നെ ചാർലി ചാപ്ലിൻ്റെ അമ്മ പറയും, ശേഷം മാനേജറുടെ നിർബന്ധത്താൽ എൻ്റെ മകൻ ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് അയക്കേണ്ടി വന്നു. അവിടെ ചാർലി ചാപ്ലിന് എന്നെ സ്റ്റേജിലേക്ക് അയക്കേണ്ടി വന്നു എന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുന്ന സമയത്തും ഇത് തന്നെയാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതേ സംഭവത്തെ തന്നെയാണ് ന്യൂസ് റിപ്പോർട്ടിലും നമുക്ക് പറയാനുള്ളത്. ഡയറി ആകുമ്പോൾ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ, എൻ്റെ, എനിക്ക് എന്ന രൂപങ്ങളാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ ന്യൂസ് റിപ്പോർട്ടിൽ വ്യക്തികളുടെ പേരെടുത്തുകൊണ്ടാണ് പറയുക. നേരത്തെ പറഞ്ഞു, എനിക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ നിന്ന് ആദ്യമായി കരഞ്ഞു എന്ന് പറയുന്നത് ആ ഞാൻ എന്ന സന്ദർഭത്തിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നീളത്തിലുള്ള നല്ലൊരു ഹെഡിങ്, അട്രാക്റ്റീവായ ഒരു ഹെഡിങ് കൊടുക്കണം. പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചത് നിങ്ങൾക്കറിയാം. പത്രത്തിലെ ഹെഡിങ്ങുകളൊക്കെ ചിലപ്പോൾ ഒരു ലൈൻ മാത്രമല്ല, സെക്കൻഡ് ലൈനിലേക്കും അതിൻ്റെ ഹെഡിങ് ഇറങ്ങിയിട്ടുണ്ടാകും.
അല്പം കട്ടിയിലും വലുപ്പത്തിലുമാണ് അത് എഴുതേണ്ടത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലവും സൈഡിൽ നൽകി കൊടുക്കണം. എന്നിട്ട് വളരെ കൃത്യമായ രീതിയിൽ നടന്ന അതേ രീതിയിൽ തന്നെയാവണം റിപ്പോർട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ ഭാഗങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് പോകാം. സബ്സെ ബഡാ ഷോമൻ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂചന എന്താണ്? നിർദ്ദേശം: സമ്പദ് പെഹ്ചാനെ, ബന്ധം തിരിച്ചറിയുക, സഹി മിലാൻ കരെ, ശേഷം ശരിയായ രൂപത്തിൽ ചേർക്കുകയും ചെയ്യുക. ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നതിനോട് യോജിക്കുന്ന വരികളെ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ഓരോ വരിയുടെയും നേരെ ചേർത്ത് കൊടുക്കുക. ചാർലിനെ ഗാന റോക്ക് ദിയ, ചാർലി പാട്ട് നിർത്തി അല്ലെങ്കിൽ നിർത്തുകയും ഘോഷണാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് പ്രഖ്യാപിച്ചത്? ഔർ മാം ആഖിരി ബാർ എന്നതാണോ പ്രഖ്യാപിച്ചത്? അമ്മ അവസാന തവണ എന്നാണോ? അല്ലെങ്കിൽ പെഹലെ മെയ്യെ പൈസ ബഡോരുക, ആദ്യം ഞാൻ ഈ പണമൊക്കെ കളക്ട് ചെയ്യട്ടെ എന്നാണോ പ്രഖ്യാപിച്ചത്? അല്ലെങ്കിൽ പൈസെ ബഡോർനെ ലഗ, പണം ശേഖരിക്കാൻ തുടങ്ങി, ഇതാണോ പ്രഖ്യാപിച്ചത്? സത്യത്തിൽ ഇവിടെ പ്രഖ്യാപനമായി വരുന്നത് രണ്ടാമത്തതാണ്. ഇതാണ് അതിൻ്റെ ശരി. മാനേജർ ഏക്ക് റുമാൽ ലേക്കറായ, മാനേജർ ഒരു കർച്ചീഫ് എടുത്തു വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? മാം ആഖിരി ബാർ എന്നത് അതിലേക്ക് സ്യൂട്ടാവില്ല. അമ്മ അവസാന തവണ എന്നത് സ്യൂട്ടാവില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അവസാനത്ത് തന്നെയാണ്. മാനേജർ ഒരു കർച്ചീഫ് എടുത്ത് വരികയും, അവർ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്, വരികയും പൈസ ബഡോർനെ ലഖ, പണം ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയ, ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായിട്ടാണ് വന്നത് എങ്കിൽ അവിടെ തന്നെ അവർ വരുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ മാം ആഖിരി ബാർ, അമ്മ അവസാന തവണയാണ് എന്ന് പറഞ്ഞാൽ ആ ചാർലിയുടെ ആദ്യത്തെ വേദി അത് അമ്മയുടെ അവസാനത്തെ വേദിയായിരുന്നു എന്നർത്ഥം. ഈ രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റൊരു ചോദ്യം, ഉസ്കെ, അത് സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ നൽകിയിട്ടുണ്ട്. ഉസ്കെ മേം, ഉസ്കെ എന്നതിൽ നിഹിത് ഉൾപ്പെട്ടിരിക്കുന്ന സർവനാമം കോൻസ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൻസ എന്ന് പറഞ്ഞാൽ ഏത്, കോൻസാഹെ ഏതാകുന്നു, വഹ് എന്നതാണോ, ഹം എന്നതാണോ, വേ എന്നതാണോ? ഉസ്കെ എന്നതിലുള്ള സർവനാമം മനസ്സിലാക്കുക. ഉസ് എന്നതുകൊണ്ട് തുടങ്ങുന്നതൊക്കെ വഹ് എന്നതിൻ്റെ അല്ലെങ്കിൽ ഉസ് എന്നത് വഹ് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഉന്ന് എന്നായിരുന്നുവെങ്കിൽ, ഉൻക പോലെ ഉന്നാണ് വരുന്നതെങ്കിൽ അത് വേ എന്നതിൻ്റെ രൂപമാറ്റമാണ്. അതുപോലെ ഇസ് എന്നാണെങ്കിൽ അത് യഹിൻ്റെ രൂപമാറ്റമാണ്. അതുപോലെ ഇന്ന് എന്നാണ് വരുന്നതെങ്കിൽ യേ എന്നതിൻ്റെ രൂപമാറ്റമാണ്. ഇവിടത്തെ ശരിയായ ആൻസർ വഹ് എന്നതാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, അനുകരൺ കർണ സിംഗിൾ ഇൻവെർട്ടർ കോമക്കകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയുക. അനുകരൺ കർണ കെ എന്നതിൻ്റെ അർത്ഥ മേം, അർത്ഥത്തിൽ, അനുകരൺ കർണ എന്നതിൻ്റെ അർത്ഥത്തിൽ പ്രയുക്ത് പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗ്, ഒരു പ്രയോഗം, ചുൻകർ ലിഖേം തെരഞ്ഞെടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് 3 അതിൽ ശരിയായതിനെ തെരഞ്ഞെടുത്ത് അതിൻ്റെ ആൻസർ മാത്രം എഴുതുക. എന്താണ് അനുകരൺ കർണ? നക്കൽ ഉത്താർണ എന്നതാണോ, ഫൈല ദേന എന്നതാണോ, ബാത്ചീത് കർണ എന്നതാണോ? ശരിക്കും അനുകരൺ കർണ ഒരാളെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക എന്നതാണ്. അതിന് നക്കൽ ഉത്താർണ എന്നതാണ്. നക്കൽ എന്നതിന് കോപ്പി അടിക്കുക എന്ന് പറയും. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒറിജിനലും കോപ്പി എന്ന് പറഞ്ഞാൽ അറിയല്ലോ, ഒന്നിൻ്റെ കോപ്പി നമ്മൾ എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഒരാളെ പോലെ അയാളുടെ ശബ്ദത്തെ കോപ്പി അടിക്കുന്ന പോലെ അനുകരിക്കുക. അപ്പം നക്കൽ ഉത്താർണ എന്നതാണ് ശരി. ഫേലാദേന എന്നതല്ല, ബാത്ചീത് കർണ എന്നതുമല്ല. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊന്ന്, മാൻ ലേൻ, സപ്പോസ്, നിങ്ങളാണെന്ന് വിചാരിക്കുക. ഒരു കാര്യത്തെ നമ്മോട് സങ്കല്പിക്കാൻ പറയുകയാണ്. ചാർലിക്ക് മാം, ചാർലിയുടെ അമ്മ, ഇസ് ദിൻ, ഈ ദിവസം. ചാർലി സ്റ്റേജിൽ പാട്ടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അതുപോലെ അമ്മയും പാട്ട് പാടിയ സമയത്ത് ശബ്ദം നഷ്ടപ്പെട്ട ആ ദിവസം. ഇസ് ദിൻ ഡയറി ലിഖ് രഹി ഹൈ, ഈ ദിവസം ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതാണ് മാൻലേം. ഉസ്നെ, അവർ, ഡയറി മേം അല്ലെങ്കിൽ അവൾ എന്ന് വിളിക്കുന്നത് നാം നേരത്തെ ചർച്ച ചെയ്തതാണ്. ചാർലിയുടെ അമ്മയെ പറ്റി
ലേഖകനാണ് ഇവിടെ. ഇത് ജീവചരിത്രമാണല്ലോ. അപ്പോൾ ചാർലിയുടെ അമ്മയെ പറ്റി ജീവചരിത്രകാരൻ പറയുമ്പോൾ അവിടെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഉസ്നെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ ഡയറിയിൽ ക്യാ ക്യാ ലിഖാ ഹോഗ, എന്തെല്ലാം എഴുതിയിട്ടുണ്ടാകും. കൽപ്പന കർക്കിലിക്കുകയും സങ്കല്പിച്ചുകൊണ്ട് എഴുതുക. നോക്കൂ, ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറിയാണ്. ഇങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് മുകളിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. നമ്മൾ തീയതി കൊടുക്കണം, വർഷവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ ഡയറിയിൽ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഡയറി ഒരുപാട് നാൾ കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഈ ഡേറ്റ് കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വേറെയും ഉണ്ടാകും. മാത്രമല്ല, ചില ദിവസത്തെ ഡയറി നമുക്ക് വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഡയറിയുടെ പേജ് മറിച്ച് നമുക്ക് ആ കൃത്യമായ ഡേറ്റ് നോക്കിക്കൊണ്ട് തിരിച്ചറിയാനും സാധിക്കും. 1 ഫർവരി 1894, 1894 ഫെബ്രുവരി 1, സോമവാർ, തിങ്കളാഴ്ച. തൽക്കാലത്തേക്ക് നമ്മൾ ഡേറ്റ് നൽകിയെന്നേ ഉള്ളൂ. പിന്നെ പാരഗ്രാഫ് രൂപത്തിൽ നമുക്ക് തുടങ്ങാം. ആജ് ഏക്ക് വിശേഷ് ദിൻ ഥാ, ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി ഒരു പ്രധാന സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡയറി എഴുതുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ലെറ്ററാണ് ചോദിക്കുന്നതെങ്കിൽ ഇതേ കണ്ടന്റ് തന്നെയാണ് നമുക്ക് അവരുടെ കൂട്ടുകാരോട് അവർക്ക് പറയാനുണ്ടാവുക എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ച് കത്തിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ലെറ്ററായിട്ട് നമുക്ക് എഴുതാൻ പറ്റും പരീക്ഷയ്ക്ക്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതേ സംഭവം തന്നെയാണ് ചാർലി ചാപ്ലിനും പറയാനുണ്ടാവുക. അതുകൊണ്ട് ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി കൃത്യമായി പഠിച്ചൊരു കുട്ടിക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ചാർലി ചാപ്ലിൻ്റെ ഡയറിയും കത്തുമാക്കി മാറ്റാൻ സാധിക്കും. അത് നമുക്ക് തുടർന്ന് പറയാം. ആജ് ഏക്ക് വിശേഷ് ദിൻ ഥാ, ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. ഇസ്ലിയേ ഹി, അതുകൊണ്ട് തന്നെ, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേം, ഞാൻ, കഭി, ഒരിക്കലും, നഹി ഭൂലൂങ്കി, മറക്കുകയില്ല. ഇവിടെ ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി ആയതുകൊണ്ടാണ് ഭൂലൂങ്കി എന്ന് കൊടുത്തത്. ചാർലി ചാപ്ലിൻ എഴുതുന്ന സമയത്ത് ഭൂലൂംഗ എന്നാണ് എഴുതേണ്ടത്. ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാ ഡയറിയിലും എഴുതാൻ പറ്റുന്നതാണ്. ഇനി പ്രധാന ഈ ഭാഗവുമായി ബന്ധപ്പെട്ടത്, ആജ്, ഇന്ന്, പെഹ്ലി ബാർ, ആദ്യമായി, ലോകോം കെ സാമ്നെ, ജനങ്ങളുടെ മുന്നിൽ, മുझे, എനിക്ക്, രോന പട, കരയേണ്ടി വന്നു. ഗാനെ കെ ബീച്ച്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മുझे, എനിക്ക് കരയേണ്ടി വന്നു എന്നത് ചാർലി ചാപ്ലിൻ്റെ ഡയറി ആയിട്ട് എഴുതുന്ന സമയത്ത് എനിക്ക് എന്നത് മാറ്റി അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് എന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചാർലി ചാപ്ലിനെ എഴുതുന്ന ഡയറിയാക്കി മാറ്റാൻ പറ്റും. മേരി മാംകോ എന്ന മാറ്റം വരുത്തിയാൽ മതി. ഇതുപോലെ ചെറിയ മാറ്റങ്ങളാണ് ചാർലി ചാപ്ലിൻ്റെ ഡയറിയിൽ വരുത്തേണ്ടത്. ഗാനെ കെ ബീച്ച്, പാടുന്നതിൻ്റെ ഇടയിൽ, അച്ചാനക്ക്, പെട്ടെന്ന്, മേരി ആവാസ്, എൻ്റെ ശബ്ദം, നഷ്ട് ഹോഗയി, നഷ്ടപ്പെട്ടു. മേരി എന്ന ഭാഗത്ത് ചാർലി ചാപ്ലിൻ എഴുതുമ്പോൾ മേരി മാംകി, എൻ്റെ അമ്മയുടെ എന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. തബ്, അപ്പോൾ, ലോകോം കി അഭദ്ര ഷോർ കെ കാരൺ, ജനങ്ങളുടെ അഭദ്ര, മാന്യതയില്ലാത്ത, ഷോർ കെ കാരൺ, ബഹളത്തിൻ്റെ കാരണം, മേം, ഞാൻ, സ്റ്റേജ് സെ, സ്റ്റേജിൽ നിന്ന്, ഉത്തർ ഗയി, ഇറങ്ങിപ്പോയി. ഫിർ, പിന്നീട്, മാനേജറിനെ, മാനേജർ, ചാർലി കോ, എൻ്റെ മകൻ ചാർലിയെ. ചാർലി എഴുതുമ്പോൾ ചാർലി കോ എന്നുള്ളതിന് എന്നെ, മുझे എന്ന രൂപത്തിലാണ് നൽകുക. ഈ രീതിയിലുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ എല്ലാ ചാപ്റ്ററിലെ ഡയറിയും കത്തൊക്കെ നിങ്ങൾക്ക് 2 കഥാപാത്രങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സന്ദർഭത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ചാർലി കോ, ചാർലിയെ, സ്റ്റേജ് പർ ഭേജ, സ്റ്റേജിലേക്ക് അയച്ചു. യഹ്, ഇത്, ചാർലി ക, ചാർലിയുടെ, പെഹ്ല അനുഭവ്, ആദ്യത്തെ അനുഭവം, ഥ, ആയിരുന്നു, ഫിർബി, എങ്കിലും, വഹ്, അവൻ, ഗീത്, നാച്ച്, അനുകരൺ, ഗീത്, പാട്ട്, നാച്ച്, നൃത്തം, അനുകരൺ, അനുകരണം, പാട്ടുകാരെയൊക്കെ അനുകരിച്ചു എന്ന് പറഞ്ഞല്ലോ, അനുകരണം, ആദി സെ, മുതലായവ കൊണ്ട്, ലോകോം കോ, ജനങ്ങളെ, അവിടെ കോക്ക് അർത്ഥം ലേ എന്നാണ്. കോക്ക് 5 അർത്ഥമുണ്ട്, ന്, ഖ്, യെ,
ളെ നെ, ഇതിലേതെങ്കിലും ഒരു അർത്ഥമാണ് വരിക. ലോകോംകോ ജനങ്ങളെ കമാൽ കർദിയ അത്ഭുതപ്പെടുത്തി. സ്റ്റേജ് പർ സ്റ്റേജിന്മേൽ പൈസെ ബരസ്നെ ലഗെ പണം വർഷിക്കാൻ തുടങ്ങി. കുച്ച് സമയ്ക്ക് ബാദ് കുറച്ച് സമയത്തിൻ്റെ ശേഷം മേം ഞാൻ സ്റ്റേജ് പർ സ്റ്റേജിന്മേൽ വാപ്പസ് ആയി മടങ്ങി വന്നു. തബ് അപ്പോൾ സബ് ലോഗ് എല്ലാവരും ഉഡ്കർ എഴുന്നേറ്റിട്ട് താലിയാം ബജായി കൈകളടിച്ചു. യഹ് ഇത് ചാർലിക്ക് പെഹ്ലി ഷോ ഥ, ചാർലിയുടെ ആദ്യത്തെ ഷോ ധ ആയിരുന്നു. ലേക്കിൻ എന്നാൽ മേരി ആഖിരി ഭി, എൻ്റെ അവസാനത്തെയും. ഒരു ചെറിയ രൂപത്തിലുള്ള ഡയറിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉചിതമായ വരികൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കും. മറ്റൊരു ചോദ്യം നോക്കൂ. സബ്സെ ബഡാ ഷോമാൻ, സബ്സെ ബഡാ ഷോമാൻ എന്ന സിംഗിൾ ഇൻവെർട്ടഡ് കോമയുണ്ട്. അപ്പോൾ എന്ന പാഠ്കെ പാഠത്തിൻ്റെ അല്ലെങ്കിൽ പാഠ്കെ ആധാർ പർ പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി ബേസ് ആക്കിക്കൊണ്ട് ഏക് റപ്പട്ട് തയ്യാർ കരേ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരീക്ഷയ്ക്കാവുമ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പാരഗ്രാഫ് നൽകിയിട്ട് ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറയുക. അപ്പോൾ ആ പ്രധാന സംഭവത്തിൻ്റെ ഒരു ന്യൂസ് തൊട്ടടുത്ത ദിവസം ഒരു പത്രത്തിൽ വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിച്ച് എഴുതുക എന്നതാണ്. നോക്കൂ, ഇവിടെ നേരത്തെ ചാർലി ചാപ്ലിൻ്റെ അമ്മ എഴുതിയ ഡയറിയിൽ ഉണ്ടായ സംഭവത്തെ തന്നെയാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ന്യൂസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരു സംഭവത്തെ, തലേ ദിവസം നടന്ന ഒരു സംഭവത്തെ തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിൽ വരുമ്പോൾ ആ നടന്ന രൂപത്തിൽ തന്നെ ഭൂതകാല ക്രിയ രൂപം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതി വെക്കലാണ്. അതിൽ ചാർലി ചാപ്ലിൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ഞാൻ, എൻ്റെ ശബ്ദം എന്നൊക്കെയാണെങ്കിൽ ന്യൂസ് റിപ്പോർട്ടിൽ ആ കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പറയുക എന്നതാണ്. പാടുന്നതിനിടയിൽ ഹെന്ന ചാപ്ലിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. പിന്നീട് മകൻ ചാർലി ചാപ്ലിനെ ഈ രീതിയിൽ പേരുകൂടി എടുത്ത് പറയുന്ന ഒരു ചെറിയ മാറ്റം മാത്രമേ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് എഴുതാനുള്ള അറിവും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതേ കണ്ടന്റ് വെച്ചുകൊണ്ട് എങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. റിപ്പോർട്ടിൽ നിങ്ങൾക്കറിയാം, നീളമുള്ള ഹെഡിങ്, ഒരു അട്രാക്റ്റീവായ ഹെഡിങ് നൽകണം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലവും വേണം. എന്നിട്ട് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതാറുള്ളത്. നോക്കൂ, ഹെഡിങ് എഴുതുമ്പോൾ അല്പം കട്ടിയിലും താഴെ എഴുതുന്ന വരിയേക്കാൾ അല്പം വലുതാക്കിയിട്ടതാണ് നമ്മൾ ഹെഡിങ് എഴുതേണ്ടത്. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി, ലോകോംകോ ജനങ്ങളെ കമാൽ കർദിയ അത്ഭുതപ്പെടുത്തി. ഇതാണ് ഹെഡിങ്. ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം ലണ്ടൻ, 2 ഡോട്ട് നൽകിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം തുടങ്ങാണ്. ഇതിന് റപ്പട്ട് എന്നും സമാച്ചാർ എന്നും പറയാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ. നോക്കൂ, ഇന്നലെ ലണ്ടനിലെ മിറാക്കിൾ സഭാ ഹാൾമേ, മിറാക്കിൾ ഓഡിറ്റോറിയത്തിൽ 5 സാൽ കാ 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ ഏക്ക് സ്റ്റേജ് ഷോ മേ, ഒരു സ്റ്റേജ് ഷോയിൽ ലോകോംകോ ജനങ്ങളെ കമാൽ കർദിയ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഹെഡിങ് തന്നെയാണ് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് എഴുതേണ്ടത്, പക്ഷെ അതൊന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് എഴുതണം എന്നർത്ഥം. മഷഹൂർ ഗായിക, പ്രസിദ്ധ ഗായിക ഹെന ചാപ്ലിൻ, ഹെന എന്നും ഹെന്ന എന്നും എഴുതാം. ഹെന്ന ഒരു നായുടെ പകുതി മറ്റൊരു നായും കൂടി ചേർത്ത് എഴുതാം. അങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. ഹെന്ന ചാപ്ലിൻ കാ ബേട്ട, ഹെന്ന ചാപ്ലിൻ്റെ മകൻ ഹേ ആകുന്നു ചാർലി ചാപ്ലിൻ. ഗാനെ കെ ബീച്ച്, പാടുന്നതിൻ്റെ ഇടയിൽ അച്ചാനക്ക് പെട്ടെന്ന് ഹെന്ന ചാപ്ലിൻ കി ആവാസ്, ഹെന്ന ചാപ്ലിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. തബ് അപ്പോൾ ലോകോം കി ജനങ്ങളുടെ അഭദ്ര ഷോർ കെ കാരൺ, മാന്യതയില്ലാത്ത ബഹളത്തിൻ്റെ കാരണം വഹ് അവൾ സ്റ്റേജ് സെ ഉത്തർ ഗയി, സ്റ്റേജിൽ നിന്ന് ഉത്തർ ഗയി ഇറങ്ങിപ്പോയി. ഫിർ പിന്നീട് മാനേജർ ചാർലിയെ സ്റ്റേജ് പർ ഭേജ, സ്റ്റേജിലേക്ക് അയച്ചു. യഹ് ഇത് ചാർലി കാ
പെഹ്ല അനുഭവത ചാർലിയുടെ ആദ്യത്തെ അനുഭവം ആയിരുന്നു. ഫിർ ബി എങ്കിലും വഹ് അവൻ ഗീത് നാച്ച് അനുകരൺ ആദീസെ പാട്ട് നൃത്തം അനുകരണം മുതലായവ കൊണ്ട് ലോകോം കോ ജനങ്ങളെ കമാൽ കർ ദിയ അത്ഭുതപ്പെടുത്തി. സ്റ്റേജ് പർ സ്റ്റേജിന്മേൽ പൈസെ ബരസിനെ ലഗെ പണം വർഷിക്കാൻ തുടങ്ങി. ഫിർ പിന്നീട് ഹന്ന ചാപ്ലിൻ സ്റ്റേജ് പർ വാപ്പസ് ആയി സ്റ്റേജിലേക്ക് മടങ്ങി വന്നു. തബ് അപ്പോൾ സബ് ലോഗ് എല്ലാവരും ഉഠ്കർ എഴുന്നേറ്റിട്ട് താലിയാം ബജായി കൈകളടിച്ചു. യഹ് ഇത് ചാർലി കി പെഹ്ലി ഷോ ധി. ഇവിടെ ധ എന്നുള്ളത് ധി എന്നാണ് വേണ്ടത്. ചാർലിയുടെ ആദ്യത്തെ ഷോ ആയിരുന്നു. ലേഖിൻ എന്നാൽ ഹന്ന കി ആഖിരി ബി, ഹന്നയുടെ അവസാനത്തെയും. ഇവിടെ ഹന എന്നുള്ളത് ഹന്ന എന്നാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതേ കണ്ടന്റ് നേരത്തെ തന്ന അതേ കണ്ടന്റ് തന്നെയാണ്, ചെറിയ മാറ്റങ്ങളെ കൊടുത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ 4 മാർക്ക് വീതം ലഭിക്കുമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ മറ്റൊരു ചോദ്യം. സബ്സെ ബഡാ ഷോമാൻ എന്നത് കിസ് വിധാക്കി രചന ഹെ. ഏത് കിസ് എന്ന് പറഞ്ഞാൽ ഏത്, വിധാക്കി വിധത്തിലുള്ള ടൈപ്പിലുള്ള രചനയാണ്? അതിൻ്റെ ആൻസർ ജീവനി, ജീവചരിത്രം, ബയോഗ്രഫി. മറ്റൊന്ന് സബ്സെ ബഡാ ഷോമാൻ പാടുക രചയിത കോൻ ഹെ. സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠത്തിൻ്റെ രചയിതാവ് കോൻ ഹെ ആരാണ്? ഗീത് ചതുർവേദി. നോക്കൂ നിങ്ങൾ, ചാർലി ചാപ്ലിൻ കാ ജന്മ കബ് ഹുവ. ചാർലി ചാപ്ലിൻ്റെ ജനനം എപ്പോഴാണ് ഉണ്ടായത്? നമുക്കറിയാം 16 അപ്രിൽ 1889, 1889 ഏപ്രിൽ 16. सबसे बड़ा शोमैन पाठ के आधार पर ചാർലി ചാപ്ലിൻ की ഡയറി തയ്യാർ കരയും. സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി ചാർലി ചാപ്ലിൻ്റെ ഡയറി തയ്യാറാക്കുക. നേരത്തെ അമ്മയുടെ ഡയറി പറഞ്ഞിരുന്നു. അതേ കണ്ടന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒറ്റ കണ്ടന്റ് നിങ്ങൾ പഠിച്ചാൽ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ചാർലി ചാപ്ലിൻ की ഡയറി ഡേറ്റ് അത് തന്നെയാണ്, അതേ ദിവസം തന്നെയാണ്. 1 ഫർവരി 1894 സോമവാർ. നോക്കൂ, ആജ് ഏക് വിശേഷ് ദിൻ ഥ. ചാർലി ചാപ്ലിനും എഴുതുന്ന അങ്ങനെ തന്നെ, ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. ഇസ്ലിയെ ഹി, അതുകൊണ്ട് തന്നെ ആജ് ഖാ ദിൻ, ഇന്നത്തെ ദിവസം മേം കഭി നഹി ഭൂലുങ്കി, ഞാൻ ഒരിക്കലും മറക്കില്ല. ആജ് ഇന്ന് പെഹ്ലി ബാർ ആദ്യമായിട്ട് ലോഗോം കി സാമ്നെ ജനങ്ങളുടെ മുന്നിൽ മേരി മാംകോ എൻ്റെ അമ്മക്ക് രോന പട കരയേണ്ടി വന്നു. ഗാനെ കെ ബീച്ച് പാടുന്നതിൻ്റെ ഇടയിൽ അച്ചാനക് പെട്ടെന്ന് മാം കി ആവാസ് അമ്മയുടെ ശബ്ദം നഷ്ട ഹോഗയി നഷ്ടപ്പെട്ടു. തബ് അപ്പോൾ ലോഗോം കി ജനങ്ങളുടെ അഭദ്ര ഷോർ കെ കാരൺ മാന്യതയില്ലാത്ത ബഹളത്തിൻ്റെ കാരണത്താൽ മാം അമ്മ സ്റ്റേജ് സെ ഉത്തർ ഗയി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫിർ പിന്നീട് മാനേജർ മുझे എന്നെ സ്റ്റേജ് പർ ഭേജ സ്റ്റേജിന്മേൽ അയച്ചു. യഹ് ഇത് മേര എൻ്റെ പെഹ്ല അനുഭവ ഥ ആദ്യത്തെ അനുഭവം ആയിരുന്നു. ഫിർ ബി എങ്കിലും മേം ഞാൻ ഗീത് നാച്ച് അനുകരൺ ആദീസെ പാട്ട് നൃത്തം അനുകരണം മുതലായവ കൊണ്ട് ലോഗോം കോ ജനങ്ങളെ കമാൽ കർദിയ അത്ഭുതപ്പെടുത്തി. സ്റ്റേജ് പർ സ്റ്റേജിന്മേൽ പൈസെ ബരസ്നെ ലഗെ പണം വർഷിക്കാൻ തുടങ്ങി. കുച്ച് സമയക്കെ ബാദ് അല്പ സമയത്തിൻ്റെ ബാദ് ശേഷം മാം അമ്മ സ്റ്റേജ് പർ വാപ്പസ് ആയി സ്റ്റേജിലോട്ട് മടങ്ങി വന്നു. തബ് അപ്പോൾ സബ് ലോഗ് ഉഠ്കർ എല്ലാവരും എഴുന്നേറ്റിട്ട് താലിയാം ബജായി കൈകളടിച്ചു. യഹ് ഇത് മേരി പെഹ്ലി ഷോ ഥി എൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു. ലേക്കിൻ എന്നാൽ മാം കി അമ്മയുടെ ആഖിരി ബി അവസാനത്തെയും. അടുത്ത ചോദ്യം നോക്കൂ. ഇസ് അഭദ്ര ഷോറിനെ ഈ മാന്യതയില്ലാത്ത ബഹളം മാംകോ അമ്മയെ സ്റ്റേജിൽ നിന്ന് ഹട്ട് നേക്കോ മാറി നിൽക്കുന്നതിന് മജ്ബൂർ കർദിയ നിർബന്ധിപ്പിച്ചു. ഉസ് സമയ ആ സമയത്ത് മാം കി ഹാലത്ത്
അമ്മയുടെ അവസ്ഥ कैसे होगी എങ്ങനെയായിരിക്കും? നോക്കൂ, ചാർലി की മാം, ചാർലിയുടെ അമ്മ एक मशहूर ഗായിക थी, ഒരു പ്രസിദ്ധ ഗായികയായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് വഹ് അവൾ അപ്നി ആവാസ് തൻ്റെ ശബ്ദം നഷ്ട ഹോത്തെ സമയ നഷ്ടപ്പെട്ട സമയത്ത് ബഹുത് നിരാശ് ധി വളരെ നിരാശയായിരുന്നു. ലോക് ജനങ്ങൾ ആജ് തക്ക് ഇന്നുവരെ ഉസ്കെ സാമ്നെ അവരുടെ മുന്നിൽ താലിയാം ബജാത്തേതെ കൈകളടിക്കുമായിരുന്നു. ലേക്കിൻ പക്ഷേ ആജ് ഇന്ന് മസാഖ് ഉഠായ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ചു. ആ സമയത്ത് ഉസ്കി ഹാലത്ത് അവരുടെ അവസ്ഥ ദുഃഖ് ബരി ദുഃഖം നിറഞ്ഞതും ദയനീയധി വളരെ ദയനീയവും ധി ആയിരുന്നു. മറ്റൊന്ന് നോക്കൂ, 5 साल का ചാർലി സ്റ്റേജ് പർ അഖേലാത്ത, 5 വയസ്സുള്ള ചാർലി സ്റ്റേജിന്മേൽ അഖേലാത്ത ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് ചാർലി ക്യാ സോച്ചാ ഹോഗ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക? അത് നമുക്ക് ആ ഒരു സന്ദർഭത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആൻസർ നമുക്ക് ഏതും എഴുതാം. ആ സന്ദർഭത്തിന് യോജിക്കുന്നതാവണം എന്ന് മാത്രമേ ഉള്ളൂ. മേരി മാംകോ, ആ കുട്ടി ചിന്തിക്കുന്നത് മേരി മാംകോ, എൻ്റെ അമ്മക്ക് ആജ് ക്യാ ഹുവ, ഇന്ന് എന്തു പറ്റി, എന്ത് സംഭവിച്ചു? വേ അവർ ക്യോം രോത്തി ഹൈ, എന്തിനാണ് രോത്തി ഹൈം കരയുന്നത്? മാനേജർ മുझे എന്നെ യഹാം ഇവിടേക്ക് ക്യോം ലായ, എന്തിനാ കൊണ്ടുവന്നത്? ഇത്തനെ ലോകോം കെ സാമനെ, ഇത്രമാത്രം ലോകോം കെ സാമനെ ജനങ്ങളുടെ മുന്നിൽ മേ പെഹലി ബാർ ഹൂം, ഞാൻ ആദ്യമായിട്ടാണ്. ക്യാ എന്താ? ലോക് ഈ ആളുകൾ മുझे भी എന്നെയും മസാഖ് ഉഡായെങ്കിൽ കളിയാക്കുമോ പരിഹസിക്കുമോ? നെഹി ഇല്ല. അബ് ഇപ്പോ ഞാൻ ജാക്ക് ജോൺസ് ഗാന, ജാക്ക് ജോൺസ് എന്ന പാട്ട് ഗാവുക പാടും. മറ്റൊന്ന് നോക്കൂ, ഇസ് ബാത്തിനെ ഈ സംസാരം ഹാൾക്കോ ആ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഹാൾ ഹസി ഗർമീൻ ഒരു ചിരി വീടാക്കി തബ്ദീൽ കർദിയ മാറ്റിക്കളഞ്ഞു. ക്യോ എന്തുകൊണ്ട്? അതിൻ്റെ സന്ദർഭം എന്തായിരുന്നു? 5 साल का ചാർലി ചാപ്ലിൻ, 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ മാനേജർ കെ സാത്ത്, മാനേജറുടെ കൂടെ സ്റ്റേജിലേക്ക് വന്നു. വഹ് അവൻ ഭോലേപ്പൻ സെ നിഷ്കളങ്കതയോടെ ജാക്ക് ജോൺസ് എന്ന പാട്ട് ഗാനേ ലഗ പാടാൻ തുടങ്ങി. സ്റ്റേജ് പർ പൈസെ ബരസ്നെ ലഗെ, സ്റ്റേജിൽ പണം വർഷിക്കാൻ തുടങ്ങി. അപ്പോൾ ചാർലി ഗാനേ കെ ബീച്ച് പാടുന്നതിൻ്റെ ഇടയിൽ ഐസ കഹ ഇങ്ങനെ പറഞ്ഞു. കി എന്തെന്നാൽ പെഹലെ ആദ്യം, മേം ഞാൻ, ഏ പൈസെ ഈ പൈസ, ബഡോരൂങ്ക ഞാൻ ശേഖരിക്കട്ടെ, ഈ പണമൊക്കെ ഞാൻ ശേഖരിക്കട്ടെ. അവർ ഉസ്കെ ബാദ് ഹി അതിൻ്റെ ശേഷം മാത്രം ഗാവുങ്ക ഞാൻ പാടുകയുള്ളൂ. ഇവിടെ യഹ് എന്ന സ്ഥാനത്ത് യേ എന്ന സർവനാമം നൽകലാണ് ഏറ്റവും ഉചിതം. കാരണം യഹ് എന്നതൊരു ഏകവചനത്തിൻ്റെ കൂടെ സിംഗിളായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഈ പണങ്ങൾ, ഒരുപാട് പണമുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഈ പണമൊക്കെ എന്ന് പറയുമ്പോൾ പണങ്ങൾ ബഹുവചനമായതുകൊണ്ട് യേ പൈസെ എന്നാണ് ചേർക്കാൻ ഉചിതം. യഹ് ബാത്ത് സുൻകർ ഈ കാര്യം കേട്ടിട്ട് ആ ഹാളിലെ സബീ ലോക് മുഴുവൻ ആളുകളും ഹസ്നെ ലഗെ ചിരിക്കാൻ തുടങ്ങി. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഉസ്നെ ജന്മ ലേ ലിയാഥ അവൻ ജനിക്കുകയായിരുന്നു. ഇസസെ ക്യാ മത്ലബ് ഹെ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇസ്ക മത്ലബ് ഹെ ഇതിൻ്റെ ആശയം ഹെ ആകുന്നു, കി എന്തെന്നാൽ, ഇത് ഹിന്ദിയുടെ ഒരു ശൈലിയാണ്. ഇതിൻ്റെ ആശയമാകുന്നു എന്തെന്നാൽ ജിസ് സ്റ്റേജ് സെ ഏതൊരു സ്റ്റേജിൽ നിന്നാണോ ചാർലി കി മാം ചാർലിയുടെ അമ്മ അപ്ന ഗാന തൻ്റെ പാട്ട് ഖത്തം കർദിയ അവസാനിപ്പിച്ചത്, ഉസ് സ്റ്റേജ് സെ ആ സ്റ്റേജിൽ നിന്ന് ചാർലി ചാപ്ലിൻ
ഏക കലാകാർ കെ രൂപമേ, ഒരു കലാകാരൻ്റെ രൂപത്തിൽ മഷ്ഹൂർ ഹുവ, പ്രസിദ്ധനായി. 5 സാൽ കാ ചാർലി, 5 വയസ്സുള്ള ചാർലി. ഉസ് ദിൻ, ആ ദിവസം. ഏക് ബഡാ കലാകാർ കെ രൂപമേ, ഒരു വലിയ കലാകാരൻ്റെ രൂപത്തിൽ ജന്മിലിയ, ജന്മമെടുത്തു എന്നതാണ് ഉദ്ദേശിച്ചത്. അവൻ ജനിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവനൊരു കലാകാരനായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ കലാകാരൻ അവിടെ ജന്മമെടുത്തു എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ വർക്കുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല പോലെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ഈ പാഠഭാഗത്തിൽ നിന്ന് വർക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.